ആന്റണി വർഗീസിനെതിരെ താൻ നടത്തിയ പരാമർശങ്ങൾ താൻ പിൻവലിക്കില്ലെന്ന് സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ്. തൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമമുണ്ട്. എന്നാൽ പ്രൊഫഷണലിസം കാണിക്കാത്തതിന് ആന്റണിക്കെതിരെ പറഞ്ഞതിൽ തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നാണ് ഒരു ചാനൽ സംവാദത്തിൽ ജൂഡ് പറയുന്നത്. ആന്റണി വർഗീസിന്റെ കാര്യത്തിൽ സംഭവിച്ചതിൽ പൂർണ്ണമായും എൻ്റെ ഭാഗത്ത് തെറ്റില്ല. അദ്ദേഹം പ്രൊഫഷണലില്ലായ്മ കാണിച്ചപ്പോൾ അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചു. എന്നാലും ഞാൻ പറഞ്ഞതിലാണ് സത്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സിനിമ തുടങ്ങുന്നതിന് 18 ദിവസം മുൻപ് അതിലെ നായകൻ പിന്മാറി. അതിലെ ടെക്നീഷ്യന്മാരും നിർമ്മാതാവും എല്ലാം വഴിയാധാരമായി. നിർമ്മാതാവിന് വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് ഞാൻ പറഞ്ഞു, ഇക്കാര്യം ഞാൻ ഇപ്പോൾ പുറത്തു പറഞ്ഞാൽ സംവിധായകന്റെ കാര്യം കഷ്ടത്തിലാകും. സംവിധായകൻ പോരാ എന്നോ മറ്റോ പറഞ്ഞാൽ കാര്യം കഷ്ടത്തിലാകും. അതിനാൽ സംവിധായകനോട് ഞാൻ പറഞ്ഞു, നിന്റെ സിനിമ പാക്കപ്പ് ആകുന്ന ദിവസം ഞാൻ ഇത് തുറന്നു പറയും. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അഭിമുഖം നൽകുന്നതിന് തലേ ദിവസം അവൻ വിളിച്ച് ചേട്ടാ സിനിമ പാക്കപ്പായി പോയി എന്ന് പറഞ്ഞു. എന്നാൽ അത് പറയുന്ന കൂട്ടത്തിൽ അനീത്തിയുടെ കല്യാണം എന്ന് ഉപയോഗിച്ചതാണ് പ്രശ്നമായത്. അതിലാണ് ഞാൻ മാപ്പ് പറഞ്ഞത്. ദുൽഖർ സൽമാൻ ഇങ്ങനെ കാണിച്ചാൽ ജൂഡ് ചോദിക്കുമോ എന്ന് ചിലർ ചോദിച്ചു. ദുൽഖർ സൽമാൻ ഇങ്ങനെ കാണിക്കില്ല. 10 ലക്ഷം ആയാലും 10,000 ആയാലും തിരിച്ചു കൊടുക്കണം. വക്കീൽ നോട്ടീസ് അയച്ചപ്പോഴാണ് പണം തിരിച്ചു കൊടുത്തത്. കൂടുതൽ കാര്യം പറഞ്ഞാൽ അവൻ മോശക്കാരനാകും. ഇതിന്റെ തിരക്കഥ പോരാ എന്ന് പറഞ്ഞിട്ടാണ് ആന്റണി പിന്മാറിയത്. അതിപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഫാലിമി എന്ന ചിത്രമാണ് ആന്റണി പിന്മാറിയ ആ ചിത്രം. ഞാനിട്ട പേരാണത്. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന ചിത്രമാണ്. ഞാൻ എന്നെ വിശ്വസിച്ച് പണമിറക്കിയ ഒരു നിർമ്മാതാവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിലാണ് ഞാൻ സത്യസന്ധത കാണിച്ചത്. നാട്ടുകാർ എന്തു പറയുന്നു എന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും വേറൊരുത്തന്റെ കാശ് വാങ്ങി തിന്നിട്ട് വക്കീൽ നോട്ടീസ് വരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതിൽ ന്യായമില്ല, ജൂഡ് സംവാദത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷമാണ് നടൻ ആന്റണി വർഗീസിനെതിരെ സംവിധായകനായി ജൂഡ് ആന്റണി രൂക്ഷമായ പ്രതികരണം നടത്തിയത്. ജൂഡ് ആന്റണിയുടെ 2018 എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടയിലാണ് ജൂഡ് വിവാദ പരാമർശം നടത്തിയത്. അർഹതയില്ലാത്തവർ മലയാള സിനിമയിലുണ്ടെന്നും അവന്റെ പേര് ആന്റണി വർഗീസ് എന്നാണെന്നും ജൂഡ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഷെയ്ൻ നിഗം, ബാസി എന്നിവർക്കൊക്കെ എതിരെ വരുന്ന കുറ്റം അവർ ലഹരി മരുന്ന് അടിച്ചു, കഞ്ചാവിന് അടിമയാണ് എന്നൊക്കെയാണ്. ഇതൊന്നുമില്ലാതെ പച്ചയ്ക്ക് സാധാരണ മനുഷ്യനായി ഒരുത്തനുണ്ട്, പെപ്പെ എന്ന് വിളിക്കുന്ന ആന്റണി വർഗീസ്. അയാളെ എല്ലാവരും നല്ലവൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ നിർമ്മിക്കാൻ കരുതിയിരുന്ന ഒരു സിനിമയുണ്ട്. എൻ്റെ കയ്യിൽ കാശ് ഒരുപാട് ഉണ്ടായിട്ടല്ല. ആ സമയത്ത് എൻ്റെ സിനിമ ചെയ്യാൻ വന്ന അരവിന്ദ് എന്ന ഒരു നിർമ്മാതാവിൻ്റെ അടുത്തു നിന്നും പെപ്പെ 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി. അവൻ്റെ സഹോദരിയുടെ കല്യാണം നടത്തി. അതിനുശേഷം സിനിമ തുടങ്ങുന്നതിന് 18 ദിവസം മുൻപ് പിന്മാറി. അങ്ങനെ ഒരുത്തനാണവൻ. ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആളുടെ സിനിമയാണ്. അവന് ചീത്തപ്പേരുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത്. കഞ്ചാവും ലഹരിയുമൊന്നുമല്ല വിഷയം. മനുഷ്യത്വം ഇല്ലാതിരിക്കുക, വൃത്തികേട് കാണിക്കാനുള്ള ചങ്കൂറ്റം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയുള്ളവർ സിനിമയിൽ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. ആ നിർമ്മാതാവും ഭാര്യയും എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, ജൂഡ് പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ട് ആരവം എന്നൊരു സിനിമ പെപ്പെ ചെയ്തു. ഇപ്പോൾ RDX ചെയ്യുന്ന നിഹാസിന്റെ ആദ്യ സിനിമയാണത്. ആ സിനിമ പിന്നീട് വേണ്ടെന്ന് വെച്ചു. ശാപമാണ്, കട്ടശാപമാണ് അതൊക്കെ. ഇതുപോലെ യോഗ്യതയില്ലാത്ത ഒരുപാട് പേർ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ പെപ്പയൊക്കെ പെല്ലിശ്ശേരിയില്ലെങ്കിൽ ജീവിക്കാനുള്ള വകുപ്പ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിൽ നന്ദിയില്ലാത്ത ഒരുപാട് ആളുകൾ ഉള്ള ഇൻഡസ്ട്രിയാണ്. നമ്മൾ വന്ന വഴി മറക്കാൻ നിൽക്കരുത്, ജൂഡ് കൂട്ടിച്ചേർത്തു. എൻ്റെ അസിസ്റ്റൻ്റായ നിതീഷിൻ്റെ സിനിമ പൂർത്തിയായി. ബേസിലിനെ വെച്ച് അത് പൂർത്തിയാക്കാനായി. എന്നാലും ഇത്തരത്തിലുള്ള നന്ദികേടുകൾ വിട്ടുപോകരുത്. സിനിമ പൂർത്തിയാവാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എൻ്റെ കയ്യിൽ വോയിസ് ക്ലിപ്പുകൾ ഉണ്ട്. ഷെയ്നെയും ബാസിയെയും ഒക്കെ എല്ലാവരും കുറ്റം പറയുന്നു. യഥാർത്ഥ വില്ലൻ അവിടെ ഒളിച്ചിരിക്കുകയാണ്. അവൻ ഉഡായിപ്പിൻ്റെ ഉസ്താദാണ്. തിരക്കഥ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അവൻ സിനിമയിൽ നിന്ന് പിന്മാറിയതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത്, ജൂഡ് പറഞ്ഞു. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, യു ടോക്ക്.